ഇടുക്കിയുടെ മഞ്ഞുമലകളെ തഴുകി എറണാകുളം ജില്ലയിലേക്ക് ആർദ്രമായി ഒഴുകിയെത്തുന്ന പെരിയാറിൻ്റെ തീരത്ത് കാലടിയുടെ ശാന്തതയിൽ ചിലരുടെ വരണ്ടുണങ്ങിയ ജീവിത ചിത്രത്തിലേക്ക് തിളക്കം നൽകുന്ന മഴത്തുള്ളി പോലെ വിളങ്ങി നിൽക്കുന്ന ഒരിടമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഫാമിലി അപ്പോസ്തലേറ്റിൻ്റെ കേന്ദ്രമായ കാലടി ജീവാലയ ഫാമിലി പാർക്ക്. ജീവിത വഴിത്താരയിലെങ്ങോ വിധവകളാക്കപ്പെട്ടവർക്കായി ഇവിടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യൂതിത്ത് ഫോറം എന്ന കൂട്ടായ്മയുടെ വർണ്ണചിത്രങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം. അതെ, ഇത് വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ അവസ്ഥാ മാറ്റത്തെ ദൈവവിളിക്കുള്ളിലെ പ്രത്യേകമായ വിളിയായി സ്വീകരിക്കാൻ അനേകരെ ഒരുക്കുന്ന ഒരു പ്രേഷിത ശുശ്രൂഷ. വിധിയെ പഴിച്ച് ഏകാന്തതയുടെ ഇരുട്ടറകളിലേക്ക് ഉൾവലിയേണ്ടിയിരുന്ന അനേകം ജീവിതങ്ങളെ ക്രൂശിതന്റെ കുരിശോട് ചേർത്തു സമർപ്പിച്ച് പുത്തൻ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് ആനയിക്കുന്ന തിരുസഭയുടെ ദൗത്യം. ഇത് ബീന ജോസഫ്, അതിരൂപതയിലെ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ കല്ലേലിയുടെ ഹൃദയത്തിലുദിച്ച ഈ ആശയത്തെ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ പ്രാവർത്തികമാക്കാൻ രൂപത ഔദ്യോഗികമായി ഏൽപ്പിച്ച വ്യക്തി. മുൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥയും 32-ാം വയസ്സിൽ വിധവയുമായി തീർന്ന ബീന ജോസഫ് ജീവിതത്തിൻ്റെ തിരമാലകളെ കണ്ട് ഭയക്കാതെ തൻ്റെ 2 ആൺമക്കളെയും നെഞ്ചോട് ചേർത്ത് പ്രതീക്ഷയുടെ പുത്തൻ തീരങ്ങളിലൂടെ സഞ്ചരിച്ചു. അനേകം കണ്ണീരണിഞ്ഞ ജീവിതങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകി. വിധിയെ പഴിച്ചു നിന്ന അനേകം വ്യക്തിത്വങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകി. തിരുസഭയുടെ സ്നേഹവലയത്തിൽ തീർത്ത പുത്തൻ ആകാശവും നൽകി. 2015 ആരംഭം കുറിച്ച് ഇന്ന് അതിരൂപതയിൽ അങ്ങോളമിങ്ങോളം 125 ഇടവകകളിൽ പ്രവർത്തിക്കുന്ന യൂതിത്ത് ഫോറം എന്ന ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ബീന ജോസഫ് തൻ്റെ ശുശ്രൂഷയുടെ മഹത്വം പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ കോയമ്പത്തൂർ രാമനാഥപുരം രൂപത സായിബാബ കോളനി ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജറായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് 1992 ജനുവരി 1-ാം തീയതിയാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. മരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ വിചാരിച്ചിരുന്നത് ഭർത്താവിൻ്റെ മരണം ചിലപ്പോൾ എൻ്റെ ഒരു ലവ് മാരേജിൻ്റെ ഒരു പ്രത്യാഘാതമാണോ, അത് ദൈവത്തിൽ നിന്നൊരു ശാപമാണോ എന്നൊക്കെ ഒത്തിരി കാലം വിഷമിച്ചിരുന്നു. പിന്നീട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി. പട്ടത്തച്ഛൻ്റെ ധ്യാനത്തിനാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്, 68-ാമത്തെ ദിവസം. ആ ധ്യാനത്തിൽ എനിക്കൊരു ദൈവമായിട്ടൊരു പ്രത്യേക ഒരു എൻകൗണ്ടർ ഉണ്ടായി. ഒരു പ്രത്യേക അനുഭവമായിരുന്നത്. പിന്നീട് ഞാനൊരു കരിസ്മാറ്റിക് റിന്യൂവലിലൂടെ ധ്യാനങ്ങളൊക്കെ കൂടി ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ഇതിലായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാനൊരു ദൈവത്തിനെ ഒരു സ്നേഹിതനായിട്ടോ ഒരു മണവാളനായിട്ടോ ഒന്നും ഒരിക്കലും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഞാൻ ഒരിക്കൽ ജീസസ് യൂത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ ഒരു പരിപാടിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ദൈവം എന്ന് പറയുന്നൊരു ഓബ്ജക്റ്റ് അല്ല, ശരിക്കും നമ്മുടെ ഒരു കൂട്ടാളിയാണ്, ഒരു സ്നേഹിതനാണെന്നുള്ള വലിയൊരു ബോധ്യമുണ്ടായത്. പിന്നെ നമ്മൾ ചുമ്മാ ഒരു കുടുംബജീവിതം മാത്രമല്ല, നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ളൊരു പദ്ധതി, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയ ബോധ്യം ജീസസ് യൂത്തിൻ്റെ ആ ഒരു സ്പിരിച്വൽ വാർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ എനിക്കുണ്ടായി. എനിക്ക് 2 ആൺമക്കളാണ്. ഭർത്താവ് മരിക്കുന്ന സമയത്ത് മൂത്ത മോൻ 5.5 വയസ്സും രണ്ടാമത്തെ മോന് 2.5 വയസ്സുമായിരുന്നു. ഒന്ന് പകച്ചു പോയി. പക്ഷേ
ദൈവത്തിൻ്റെ ഒരു പരിപാലന കൊണ്ട് തളർന്നു പോകാതെ മുന്നോട്ട് ജീവിച്ചു. എങ്കിലും ഞാനൊരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. അതൊക്കെ മരിക്കാറാവുമ്പം ചെയ്യേണ്ട ഒരു ഇതാണെന്നാണ് എനിക്ക് മനസ്സിലായിരുന്നത്. പിന്നീട് ഒരു ജീസസ് യൂത്തിലൂടെ ഒക്കെ വന്നതിന് ശേഷം ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വലിയൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ യൂത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജീസസ് യൂത്തിൻ്റെ എൽഡറായിട്ടും തമിഴ്നാടിൻ്റെ ആനിമേറ്ററായിട്ടും ഒക്കെ വർക്ക് ചെയ്തു. ഒപ്പം തന്നെ കാറ്റിസം ടീച്ചറായിരുന്നു. ചെയ്യുന്ന ജോലി ഉത്തരവാദിത്തോട് ചെയ്യുന്നെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു സംതൃപ്തിയും ഒരു ആത്മീയ ആനന്ദമൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത് ഈ ഒരു വിധവകൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും ഇതുപോലെ ആക്സിഡൻ്റ് ആയിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഒരു വിധവ, അത്രമാത്രം എന്നോട് ക്ലോസ് ഒന്നുമല്ല, പക്ഷേ എൻ്റെ അടുക്കൽ വന്ന് ഒത്തിരി നേരം ഹോസ്പിറ്റലിൽ ഇരിക്കുകയും പുള്ളിക്കാരത്തിൻ്റെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നൽ തോന്നി, ഈ ഒരു മിനിസ്ട്രി ശരിക്കും നമ്മുടെ ഒരു ചെവി ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കൊടുക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത തോന്നി. ഞാനത് മറ്റ് വൈദികരുമായിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ അതിപ്പോൾ സംഭവിച്ചു എന്ന് പറയാം. അതിനിടയ്ക്ക് നമ്മുടെ കോയമ്പത്തൂർ CMI ആശ്രമത്തിലെ പോളി പയ്യപ്പള്ളി അച്ഛനാണ് യഥാർത്ഥത്തിൽ എന്നെ ഈ ഒരു വഴിയിലേക്ക് തിരിച്ചു വിട്ടത്. അപ്പോൾ അച്ഛൻ്റെ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായി മരിച്ചു പോയവരുടെ ബന്ധുക്കൾക്ക് എഴുത്തെഴുതുന്ന ഒരു ശീലമുണ്ട് അച്ഛന്. അപ്പോൾ അച്ഛൻ ആ എഴുത്തിന് മറുപടി വരുമ്പോൾ വിധവകളായിട്ടുള്ള ആൾക്കാരുടെ ഫോൺ നമ്പർ എനിക്ക് തരും. അപ്പം ഞാൻ അവരോട് വിളിച്ച് സംസാരിക്കും. പക്ഷെ അതൊരു വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛൻ പറയുന്നു അനുസരിക്കുന്നു എന്നല്ലാണ്ട്. പിന്നീട് അച്ഛനോട് തന്നെ അവർ പറയും, ആ ചേച്ചി വിളിച്ചിരുന്നു, അപ്പോൾ ഒത്തിരിയേറെ ഞങ്ങൾക്കതൊരു ആശ്വാസമായി. പിന്നീട് അവരുടെ കുടുംബജീവിതത്തിൽ മക്കളെ വളർത്തേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പം അവർ ചേച്ചി എന്തിനാണ് ഞങ്ങൾ ചേർത്തേണ്ടത്, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സജഷൻ ചോദിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ കോയമ്പത്തൂർ വടവള്ളി ബ്രാഞ്ചിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ തള്ളവിരലിന് ഒരു അത് വന്നു, ഈ ടെൻഡൻ നഷ്ടപ്പെടുക എന്ന് പറയും. അപ്പോൾ കൈ ഇങ്ങനെ മടങ്ങിയല്ല. അപ്പോൾ ബാങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ തള്ളവിരലാണ്. അപ്പോൾ ഒപ്പ് വരെയും എനിക്ക് മാറ്റം വന്നു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ 2 വീലർ ഓടിക്കുമായിരുന്നു. അപ്പോൾ ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത പലപ്പോഴും ഞാൻ ബാങ്കിലെ പിയൂണിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് പുറകിലിരുന്നിട്ടാണ് ഞാൻ മാർക്കറ്റിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ അവസരത്തിൽ എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. കാരണം ഞാൻ ശമ്പളം മേടിക്കുന്നു, യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഈ ഒരു രോഗം കാരണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നീതിയല്ല എന്ന് തോന്നിയത് തന്നെ ഞാൻ 1 വർഷം ജോലിയിൽ നിന്ന് ലീവ് എടുത്തു. ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉദ്ദേശിച്ചിട്ടുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത്. ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ ജീസസ് യൂത്തുകാരിങ്ങനെ എന്നെ ഓരോ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചു. അടുത്ത പ്രോഗ്രാം കഴിഞ്ഞിട്ടാവും ട്രീറ്റ്മെൻറ്റ്, അടുത്ത പ്രോഗ്രാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കൈ പഴയതുപോലെ മടങ്ങി. അപ്പോൾ തന്നെ എനിക്കൊരു ബോധ്യമുണ്ടായി, കർത്താവ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് എന്നെ സൗഖ്യപ്പെടുത്തിയപ്പം നിനക്ക് വേണ്ടി ഇപ്പം ഈ ഒരു 6 മാസം ഞാൻ ശരിക്കും ജീസസ് യൂത്തിൻ്റെ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടൊരു ഭയങ്കര ഒരു ആത്മസംതൃപ്തിയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ബോധ്യമായി, ഞാനത് ജോലി രാജിവെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി രാജിവെച്ചു. 2011 ഞാൻ ജോലി രാജിവെക്കുന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ കൗൺസിലിംഗ് കോഴ്സിന് ചേരാമെന്ന് വിചാരിച്ചു. ഏതായാലും നമ്മളൊരു മിനിസ്ട്രിയിൽ ഇറങ്ങി, അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ കൗൺസിലിംഗ് കോഴ്സ്. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി നമ്മുടെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാമിലി അപ്പസ്റ്റോലേറ്റിൻ്റെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാനായിൽ ജോയിൻ ചെയ്തു. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ അവസാനം അവിടുത്തെ അച്ഛൻ ജേക്കബ് കോയിപ്പള്ളി അച്ഛനാണ് എന്നോട് പറയുന്നത്, ബീനെ വിധവയാക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂത്തിൻ്റെ പുറകെ മാത്രം നടക്കാനല്ല, വിധവകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണം. അപ്പോൾ എൻ്റെ പഴയ ഫോണിൽ കൂടെയുള്ള ഒരു ശുശ്രൂഷ, വിധവയുടെ ശുശ്രൂഷയുണ്ട്, അതിനോട് എനിക്കൊരു സ്നേഹം അത്രയ്ക്ക് തോന്നിയിട്ടില്ലെങ്കിലും ഈ അച്ഛൻ്റെ ഒരു വാക്ക് പെട്ടെന്ന് എനിക്ക് ആ ഒരു വിധവാ മിനിസ്ട്രിയെക്കുറിച്ചൊരു സ്വപ്നം കാണാനും അതിനെ സ്നേഹിക്കാനും ഒക്കെ എനിക്ക് മനസ്സിൽ തോന്നി തുടങ്ങി. അങ്ങനെ അച്ഛൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് 2013 കാനായിൽ ഞങ്ങൾ ആദ്യമായിട്ടൊരു വിധവാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. അതിനുശേഷം അവിടെ വന്ന ഒരു വിധവ പാലായിൽ CMCക്കാരോട് പറയുന്നു, വീണ്ടും പാലായിൽ അത് ആരംഭിക്കാൻ, CMCക്കാരുടെ സപ്പോർട്ടോടുകൂടി പാലായിൽ അത് ആരംഭിച്ചു. അങ്ങനെ കോയമ്പത്തൂർ ആരംഭിച്ചു എങ്കിലും അത് നമ്മുടെ അത്രമായിട്ട് ശക്തമായിട്ട് പോണില്ല. അതിനുശേഷമാണ് ഞാനിങ്ങനെ പാലക്കാട് വിളിക്കുമ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോകും, തിരിച്ച് കോയമ്പത്തൂരേക്ക് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി കല്ലേലേച്ചൻ ഈ വിവരം അറിയുന്നതും കല്ലേലേച്ചൻ എന്നെ വിളിപ്പിക്കുകയും ചെയ്യുന്നത്. കല്ലേലേച്ചനും റിജോ അച്ഛനും കൂടെ എന്നെ അപ്പം നേരെ പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും
പിതാവിനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ പിതാവ് എന്നോട് പറഞ്ഞത്, നമുക്ക് സഭയ്ക്ക് ഇങ്ങനെയൊരു മിനിസ്ട്രി ഇല്ല, അത് രൂപവൽക്കരിക്കുമ്പം ഒരു എയ്റോപ്ലെയിൻ ഫസ്റ്റ് സ്റ്റേജിൽ കുറേ ചുറ്റുന്ന പോലെ അത് വലിച്ചുകൊണ്ട് നടക്കാൻ ഒരാൾ വേണം. അപ്പോൾ 2 വർഷത്തേക്ക് ബീന ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുത്തിട്ട് നിൽക്കുക. ആദ്യം പിതാവ് അത് പറഞ്ഞെങ്കിലും ഞാനത് ഒത്തിരി എതിർത്തു. കാരണം എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അത് താഴേക്ക് വരുന്ന ഒരു ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കോയമ്പത്തൂരും അവിടുത്തെ ഒരു ചുറ്റുവട്ടമായിട്ട് 22 വർഷം ജീവിച്ചു. ഇനിയിപ്പോൾ കേരളത്തിൽ പുതിയ ആൾക്കാരും പുതിയ പേരും ഒക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് വന്നൊരു ക്ലാസ് എടുത്ത് പോകാമെന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനുശേഷം പിന്നെ കല്ലേലീച്ചനുമായിട്ട് ഞാൻ സംസാരിച്ചു. കല്ലേലീച്ചൻ്റെ ആ സ്വപ്നങ്ങളും എല്ലാം കണ്ടപ്പോൾ ഞാൻ ഇത്രയും കാലം എന്ത് വിധവകൾക്ക് വേണ്ടി ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചതെല്ലാമാണ് കല്ലേലീച്ചനും ഈ യൂത്ത് ഫോറത്തിനെ കുറിച്ചുള്ള മിഷൻ അല്ലെങ്കിൽ വിഷൻ എനിക്ക് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ 2 വർഷത്തേക്ക് ഇവിടെ സേവനം ചെയ്യാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ അവരെന്നെ ഈ അതിരൂപതയുടെ യൂത്ത് ഫോറത്തിൻ്റെ കോർഡിനേറ്ററാക്കി നിയമിക്കുകയുമാണ് ചെയ്തത്. വൈധവ്യം ഒരു ജീവിത സമർപ്പണമായി ഇവർ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു. ഭർത്താവ് ശാരീരികമായി വേർപെട്ടു പോയെങ്കിലും ക്രിസ്തുവിനോടൊത്ത് സവിശേഷമായ ദൈവവിളിയായി ഇവർ ഈ വൈധവ്യത്തെ ഏറ്റെടുക്കുന്നു. പരസ്പരം ശാക്തീകരിച്ചും വിശുദ്ധിയിൽ വളർന്നും ഇവർ ഈ സവിശേഷ ദൈവവിളിയെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുന്നു. വിധവകൾ തന്നെ വിധവകളെ സഹായിക്കുന്ന ശുശ്രൂഷയാണ് യൂത്ത് ഫോറം. ചെറുപ്പത്തിലെ വിധവകളാകുന്നവർ ഒത്തിരിയേറെ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. ഞങ്ങൾ ഈ അതിരൂപതയിൽ കുടുംബ പ്രേക്ഷിതത്വ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു വെല്ലുവിളിയാണ് ചെറുപ്പത്തിലെ വിധവകളാകുന്നവർ അവരുടെ മക്കൾ വളർത്തുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ. 2 പേരുണ്ടായി, പിതാവും മാതാവും ഉണ്ടായിട്ടും മക്കൾ വളർത്താൻ ഏറെ വിഷമിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. എന്നാൽ ചെറുപ്പത്തിൽ വിധവയായി തനിയെ, പ്രത്യേകിച്ച് ഒരു പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ മക്കൾ വളർത്തിക്കൊണ്ടുവരുന്ന വലിയൊരു വെല്ലുവിളി ഇവർ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ വ്യക്തിഗത ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കുക എന്നൊരു ആശയമാണ് യൂത്ത് ഫോറത്തിൻ്റെ പുറകിലുള്ളത്. യൂത്ത് എന്ന പേര് സ്വീകരിക്കാനായിട്ട് കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ധീരയായ ഒരു വിധവയായിരുന്നു യൂത്ത്. ഇസ്രായേൽ ജനതയെ തന്നെ മറ്റ് രാജാക്കന്മാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വൈധവ്യ വസ്ത്രം ഉപേക്ഷിച്ച് വലിയൊരു യുദ്ധത്തിന് പുറപ്പെട്ട ധീരയായ സ്ത്രീയാണ് യൂത്ത്. ആ ധീരതയുടെ അടയാളമായിട്ടാണ് ഞങ്ങൾ യൂത്ത് എന്ന പേര് ഈ യൂത്ത് ഫോറത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. ഈ യൂത്ത് ഫോറം ആരംഭിക്കുവാനായി ഇത്തരത്തിലുള്ള ചിന്തകളുമായി ജീവിക്കുമ്പോഴാണ് ഈ യൂത്ത് ഫോറം ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു സമർപ്പണ ബോധമുള്ള വിധവയായ ബീന ചേച്ചിയെ പരിചയപ്പെടുന്നത്. ബീന ചേച്ചിയുമായിട്ട് ഈ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ ചേച്ചിയുടെ മുഴുവൻ സമയ സമർപ്പണ ശുശ്രൂഷ ഇതിന് വിനിയോഗിക്കാമെന്ന് വലിയ താല്പര്യത്തോടു കൂടെ സമ്മതിക്കുകയും അത് അഭിമന്യ സെബാസ്റ്റ്യൻ നേതൃത്വ പിതാവുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തപ്പോൾ പിതാവ് തന്നെയാണ് ബീന ചേച്ചിയെ ഈ ശുശ്രൂഷയുടെ മുഖ്യധാരയിൽ നിയോഗിച്ചത്. അപ്രകാരമാണ് ഇന്ന് ഈ യൂത്ത് ഫോറം വ്യത്യസ്ത ശുശ്രൂഷകളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷകൾ മനോഹരമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവർക്കൊരു പരിശീലനമാണ് നൽകുന്നത്. ഞങ്ങൾ ദമ്പതികൾക്കായിട്ട് നൽകുന്ന ഒരു പരിശീലനത്തിൻ്റെ അതേ കോപ്പി തന്നെയാണ് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിത വൈധവ്യം എന്ന പേരിൽ ഒരു ട്രെയിനിങ് മാനുവൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇടവക കൂട്ടായ്മകളിൽ ഓരോ മാസവും ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഇവരെ തന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് ഈ യൂത്ത് ഫോറം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും കുടുംബ പ്രേക്ഷിത രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സമർപ്പിത വൈധവ്യം എന്ന ചിന്തയ്ക്ക് ചിറകു നൽകിയത് യൂത്ത് ഫോറം എന്ന ഈ കൂട്ടായ്മയാണ്. വിധവകൾക്കും മക്കൾക്കുമായുള്ള പരിശീലന പരിപാടികൾ, കൗൺസിലിംഗ്, ധ്യാനം, നേതൃത്വ പരിശീലന ക്ലാസുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, നിയമസഹായങ്ങൾ, സാമ്പത്തിക പിന്തുണ, കുടുംബ സന്ദർശനം, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള സഹായങ്ങൾ, കരിയർ ഗൈഡൻസ് മുതലായവ യൂത്ത് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. വിധവകൾ മാത്രമായും
അവർ മക്കൾക്കൊപ്പവും പങ്കെടുക്കുന്ന പ്രത്യേക ധ്യാനങ്ങൾ ഈ രംഗത്തെ ഫലപ്രദമായ പുതിയ ചുവടുവയ്പ്പുകളാണ്. എൻ്റെ പേര് എൽസി. കാലടി ഇടവകയിൽ താമസിക്കുന്നു. എനിക്ക് 2 മക്കളാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ആൻ്റണി. 4 വർഷം മുൻപ് ആൻ്റണി മരിച്ചു. മരിച്ചതിന് മുൻപ് ഇടവകയായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ധ്യാനത്തിന് പറഞ്ഞു വിടാനും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. ഈ മരണത്തിന് ശേഷം പൂർണ്ണമായി അതുമായി യാതൊരു ബന്ധമില്ലാതെ ഞാൻ ഉൾവലിഞ്ഞ് മറ്റുള്ളവരായിട്ട് ബന്ധമില്ലാതെയായി. അത് കാരണം ഞാനൊരു രോഗിയായി തീർന്നു. അത് കഴിഞ്ഞ് ഈ 4 വർഷം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു യൂത്ത് ഫോമിൻ്റെ ഒരു ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഒത്തിരി ബോധ്യം ആ ധ്യാനത്തിലൂടെ കിട്ടി. കാരണം ഞാൻ എന്നിലേക്കും മറ്റുള്ളവരിലേക്കുമാണ് ഇത്രയും കാലം നോക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ദൈവത്തിലേക്കാണെന്നുള്ള ബോധ്യം ഈ ധ്യാനത്തിലൂടെയാണ് എനിക്ക് വ്യക്തമാക്കി തന്നത്. ഈ ധ്യാനത്തിലൂടെ എനിക്ക് മനുഷ്യരിലേക്കല്ല ദൈവത്തിലേക്കാണ് നോക്കേണ്ടതെന്നുള്ള ബോധ്യം കിട്ടി. അതിന് ഞാൻ ദൈവത്തിന് ഒത്തിരിയധികം നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ചൈതന്യവും ആഴത്തിലുള്ള ആത്മീയ ധ്യാനവും വഴി പ്രത്യാശയോടെ ജീവിതത്തെ ദർശിക്കുവാനും പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുവാനും യൂത്ത് ഫോറം ഈ ജീവിതങ്ങൾക്ക് സഹായകരമാകുന്നു. എൻ്റെ പേര് നിർമ്മല. ഞാൻ കളമശ്ശേരിയിൽ താമസിക്കുന്നു. കളമശ്ശേരി സോഷ്യൽ പള്ളി ഇടവകയാണ്. എൻ്റെ ഹസ്ബൻഡ് 2008 മരിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തവളിപ്പോൾ കല്യാണം കഴിഞ്ഞ് കാനഡയിൽ സെറ്റിൽഡാണ്. രണ്ടാമത്തെ മകൾ MBBS ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്കമാലി ടെൽക്കിൽ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 2008 എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എൻ്റെ കുടുംബം എൻ്റെ കുഞ്ഞുങ്ങളെ അപ്പനില്ലെങ്കിലും അപ്പൻ്റെ അമ്മയുടെ സ്ഥാനം കൊടുത്ത് വളർത്തണം എന്നുള്ള ധീരമായ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതനുസരിച്ച് ഒട്ടും പതറാതെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ വിധവ എന്നൊരു വാക്ക് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഒരു 10 മാസം മുമ്പ് എന്നോട് എൻ്റെ പള്ളിയിലൊരു എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വിധവകളുടെ ഒരു ധ്യാനമുണ്ട്, അതിന് പോകണം എന്ന് പറഞ്ഞു. അത് കേട്ട നിമിഷം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യപ്പെടില്ല, വേറെ ആരെങ്കിലും നോക്കാൻ പറഞ്ഞ് ഞാൻ ഫോൺ വയ്ക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് എനിക്ക് വിധവ എന്നൊരു വാക്ക് വെറുപ്പായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഞാൻ എന്തായാലും കഴിഞ്ഞ മെയ്യിൽ ജീവാലയിൽ വരാനും ഈ ധ്യാനം കൂടാനും ഇടയായി. അതിനുശേഷം എൻ്റെ എല്ലാ കൺസെപ്റ്റുകളും മാറി മറിയുകയായിരുന്നു. ഈശോയുടെ മണവാട്ടിയാകാനുള്ളൊരു വിളിയാണ്, ഒരു ദൈവവിളിയാണ് ഈ വൈധവ്യം എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി കഴിഞ്ഞപ്പോൾ വലിയൊരു ആത്മീയ സന്തോഷം എനിക്കുണ്ടാകുകയായിരുന്നു. ആ സന്തോഷത്തിൻ്റെ തികവിൽ ഇപ്പം എന്നെ ആരെങ്കിലും വിധവയെന്ന് വിളിച്ചാൽ ഈശോയുടെ മണവാട്ടി എന്നെ വിളിക്കുന്ന പോലൊരു കൗതുകമാണ് എനിക്ക് വെറുപ്പ് മാറിപ്പോയിട്ട് ഇപ്പം എനിക്കുള്ളത്. അതുപോലെ ഞാൻ അനുഭവിക്കുന്ന ഈ ആത്മീയ സന്തോഷം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കണം. മനസ്സിടിഞ്ഞ് തളർന്ന് ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റുള്ളവർക്ക് ഒരു മാർഗനിർദ്ദേശമാകണം, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടായിട്ട് ഞാൻ മാറണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. ഇപ്പോൾ ശരിക്കും ഈ യൂത്ത് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛനിലൂടെയും ബീന ചേച്ചിയിലൂടെയൊക്കെ ദൈവം വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. വൈധവ്യം എന്നത് ഒരു അപശകുനമായി കാണാതെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി അത് മാറ്റിയെടുക്കണം. ഞാനും മറ്റുള്ള വിധവകളും എല്ലാവരും ആ രീതിയിൽ ചിന്തിച്ച് ദൈവത്തെ സ്വന്തം ഭർത്താവായി അല്ലെങ്കിൽ മണവാളനായി കണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ജീവിതാന്തസ്സിനെ മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും പ്രത്യാശയും. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 125 ഇടവകകളിലായി യൂത്ത് ഫോറത്തിൻ്റെ യൂണിറ്റുകൾ നിലനിൽക്കുന്നു. CMC സന്യാസിനികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മറ്റു ചില രൂപതകളിലേക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു വരുന്നു. എൻ്റെ പേര് ഷീബ, ഹസ്ബൻഡ് ജോയ്, 2 കുട്ടികൾ. മൂത്ത മകൻ ജോയൽ, രണ്ടാമത്തെ മകൻ ജോമോൻ. സ്ഥലം പെരുമ്പാവൂർ, ഇടവക സെൻറ്റ് ജോർജ് ചർച്ച് പെരുമ്പാവൂർ.
എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ക്യാൻസർ രോഗം പിടിപെടുകയും 20 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. മെയ് 10, 2015 മരണമടയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ മകനാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. അമ്മ പേടിക്കാനും വേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തിയിരുന്നു. അതിൻ്റെ പിന്നാലെ 11 മാസം ആകുമ്പോൾ എൻ്റെ മോൻ വെള്ളത്തിൽ വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച ഫാദർ അഗസ്റ്റിൻ വൈരവൺ രണ്ടുപേരും വെള്ളത്തിൽ മരിക്കാനുണ്ടായത്. ഈ സാഹചര്യത്തിൽ എനിക്കും പെട്ടെന്ന് എനിക്ക് തോന്നിയത്, ഇനി എന്തിനു ജീവിക്കണം, മരിക്കുകയാണ് വേണ്ടതെന്നാണ് തോന്നിയത്. പക്ഷേ എന്തോ ഒരു ശക്തി എന്നെ പ്രചോദിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി, ജീവിക്കണം. അങ്ങനെ ഞാൻ മുൻപോട്ട് പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ യൂത്ത് ഫോറത്തെക്കുറിച്ച് അറിയുകയും അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഭർത്താവ് മരിച്ചാലും നമ്മൾക്ക് നമ്മുടെ സ്രഷ്ടാവായ യേശു ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അനേകർക്ക് ശക്തി സ്രോതസ്സാവണം. വൈധവ്യം ശാപമല്ല, അത് ഒരു അനുഗ്രഹത്തിന് കാരണമാണ്. കാരണം നമ്മളുടെ നിത്യമായ മണവാളൻ യേശുവാണ്. ഭയപ്പെടേണ്ട, ഞാനില്ലേ കൂട്ടിന് എന്ന മൃദുലസ്വരം ഇവർ ക്രൂശിതനിൽ നിന്നും ശ്രവിക്കുന്നു. ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിൻ്റെ ആത്മീയ തണലും ഫാദർ അഗസ്റ്റിൻ കല്ലേലിയുടെ വ്യക്തമായ വഴിനടത്തലുകളും ഈ കൂട്ടായ്മയ്ക്ക് തിരുസഭയുടെ സുഗന്ധം പകർന്നു നൽകുന്നു. ഇന്ന് വിധവകൾ നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐഡൻറ്റിറ്റിയുടെ വെല്ലുവിളിയാണ്. ഒരു വിധവയായ സ്ത്രീക്ക് തൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അറിയാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ട് ഒത്തിരിയേറെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് വിധവയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വിധവ എന്ന് പേര് കേൾക്കുന്നത് തന്നെ ഒരു അസ്വസ്ഥതയാണ്. കാരണം ആ പേരിനോടൊപ്പം തന്നെ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉള്ള പോലെയാണ് പലരുടെയും പ്രതികരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ യൂത്ത് ഫോറം ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം ഇവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വൈധവ്യം ഭർത്താവ് മരിച്ച ഒരവസ്ഥയാണ്. പക്ഷേ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ 2 ഓപ്ഷൻ ഒരു സ്ത്രീയുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ ഒരു സാധാരണ വിധവയായി ജീവിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ടേം അനുസരിച്ച് ഒരു സമർപ്പിത വിധവയായി ജീവിക്കാം. ഇത് അവരുടെ ഓപ്ഷനാണ്, ദൈവത്തിൻ്റെ വിളിയാണ്. സഭയിൽ 4 ജീവിതാന്തസ്സുകളാണുള്ളത്: സന്യാസം, വൈദിക ജീവിതം, ഏകസ്ഥ ജീവിതം, വിവാഹ ജീവിതം. ഇവർ വിവാഹമെന്ന ജീവിതാന്തസ് സ്വീകരിച്ചവരാണ്. പക്ഷേ ഭർത്താവിൻ്റെ മരണത്തോടു കൂടി ആ ജീവിതാന്തസ്സിൽ മാറ്റം വരികയാണ്. അവരൊരു സമർപ്പിത വൈധവ്യ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും ദൈവത്തിന് പ്രതിഷ്ഠിച്ച് സഭയോട് ചേർന്ന് നിന്ന് വലിയൊരു ശുശ്രൂഷ ചെയ്യാനുള്ള വേദിയാണ് അവിടെ മുമ്പിൽ ലഭിക്കുന്നത്. ആ സമർപ്പിത വൈധവ്യ ജീവിതത്തിൻ്റെ അവസ്ഥ അവർ തിരിച്ചറിയുമ്പോൾ ഒത്തിരിയേറെ പേര് അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഈ സമർപ്പിത വൈധവ്യം എന്ന് പറയുമ്പോൾ സഭയുടെ 3 ധർമ്മങ്ങളിലാണ് ഇവർ പ്രത്യേകമായിട്ട് പങ്കുചേരുന്നത്. ഒന്ന്, വിശുദ്ധീകരിക്കുക. ഇവരുടെ വ്യക്തിജീവിതം വഴിയും ഇവരുടെ മക്കളോടുള്ള പെരുമാറ്റം വഴിയും ഇവരെ ഈ വിധവകൾക്ക് വേണ്ടി തന്നെ ഇവരുടെ ശുശ്രൂഷ ജീവിതം സമർപ്പിക്കുന്നത് വഴിയും ഇവർ സമൂഹത്തെ വിശുദ്ധീകരിക്കുന്ന കർമ്മത്തിൽ ഏർപ്പെടുകയാണ്. അതുപോലെ ഇവർ സുവിശേഷം പ്രസംഗിക്കുകയാണ്. എൻ്റെ സൃഷ്ടാവാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന സുവിശേഷം ഇവരുടെ വ്യക്തി ജീവിതത്തിലൂടെ ഇവർ പ്രഘോഷിക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇവർ നയിക്കുന്നവരാണ്. ഒരു വിധവ എന്ന നിലയിൽ ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകം ഉപയോഗിച്ച് ഈ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് നയിക്കാനുള്ള വലിയ ഒരു കഴിവ് ഇവർക്ക് ദൈവം നൽകുന്നുണ്ട്. ഈ ത്രിവിധ ധർമ്മങ്ങളിൽ പങ്കെടുത്ത് സമർപ്പിത വിധവകളായി വളർന്നു വരുവാനാണ് ഞങ്ങൾ ഈ യൂത്ത് ഫോറം ശുശ്രൂഷയിലൂടെ ഇവരെ സഹായിക്കുന്നത്. ഇതൊരു സാമൂഹ്യ സേവനമോ അല്ലെങ്കിൽ കുറച്ച് ചാരിറ്റി ചെയ്യുന്ന പ്രസ്ഥാനമോ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു ഘടനയോ അല്ല, മറിച്ച് സമർപ്പിത വൈധവ്യത്തിലേക്ക് ചെറുപ്പക്കാരികളായ സ്ത്രീകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയും അവരുടെ ജീവിതത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അവർ വഴി അനേകം പേർക്ക് നന്മകൾ വർഷിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഭാവിയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു സമർപ്പിത വൈധവ്യം എന്ന് പറയുന്ന ശുശ്രൂഷ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ തൻ്റെ ജോലി ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിൻ്റെ വലിയ വയലിലേക്കാണ് ബീന ജോസഫ് ഇറങ്ങിയത്. ഇവരുടെ സമർപ്പണത്തെ ദൈവം മാനിക്കുകയും അതുവഴി അനേകം ജീവിതങ്ങളെ ആശ്വാസത്തിൻ്റെ തീരം ചേർക്കുവാനും പിന്നീട് ഇവർ ഉപകരണമായി. 32-ാം വയസ്സിൽ വന്നുചേർന്ന് വൈധവ്യം എന്ന തൻ്റെ ജീവിതാവസ്ഥയെ ഇവർ കൃപയാക്കി മാറ്റി. ബീന ജോസഫിൻ്റെ 2 ആൺമക്കളിൽ
മൂത്തയാൾ രാഹുൽ കുടുംബമായി ബാംഗ്ലൂരും, രണ്ടാമത്തെയാൾ രോഹിത് വത്തിക്കാനിൽ കരിസ്മാറ്റിക്കിൻ്റെ ഓഫീസിലും സേവനം ചെയ്യുന്നു. യൂത്ത് ഫോർത്തിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഞാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചെറുപ്പക്കാരായ വിധവകൾക്ക് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു ആഴക്കടലിലേക്ക് മുങ്ങി താഴുന്നതിന് മുമ്പ് ഈ സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് മാനസികവും ശാരീരികവും ആത്മീയവുമായി സ്വയം വളർന്ന് അവരുടെ മക്കളെയും വളർത്തി മനോഹരമാക്കി തീർക്കേണ്ട ഒരു ജീവിതമാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നത്. കുടുംബജീവിതവും സന്യസ്ത ജീവിതത്തിനൊക്കെ ഒരു ഫോർമേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വൈധവ്യ അവസ്ഥയ്ക്കും തീർച്ചയായിട്ടും ഒരു ഫോർമേഷൻ ആവശ്യമാണ്. അത് ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം അവരിലേക്ക് എത്തിക്കേണ്ടതായിട്ടൊരു കടമ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭ ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് മുന്നോട്ട് ആ സഭയോട് ചേർന്ന് നിന്ന് നമ്മൾ സ്വയം വളരുകയും മറ്റുള്ള വിധവകളെ വളർത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വലിയൊരു ആത്മീയ സന്തോഷം, ആത്മീയ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു 25 വർഷം മുമ്പ് ആരെങ്കിലും എന്നോട് പറയുകയാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് ഒരു നന്മയ്ക്കാണെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ബോധ്യമാവില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ദൈവം വളർത്തിക്കൊണ്ട് വന്നത് ഈ ഒരു സമൂഹത്തിന് ഒരു കൈത്താങ്ങാകാനാണ്, അവരുടെ ജീവിതത്തിലൊരു വെളിച്ചമാകാനായിട്ട് തമ്പുരാൻ എന്നെ ഉപകരണമാക്കിയതിനെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരിയേറെ ആത്മസംതൃപ്തിയാണ്. അതെ, യൂത്ത് ഫോറം ഒരു കൂട്ടായ്മയുടെ തണൽ വീടാണ്. വിധവയാക്കപ്പെടുന്നത് കേവലം വിധിയല്ല എന്നും സവിശേഷമായ വിളിയാണെന്നും ഇവർ നമ്മോട് പങ്കുവയ്ക്കുന്നു. അതിരൂപതയുടെ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ കീഴിൽ അനേകം ജീവിതങ്ങളുടെ കണ്ണീരൊപ്പാൻ, ഇരുളടഞ്ഞ ജീവിത വഴിയിൽ ചെറുതിരിവെട്ടമാകുവാൻ ഇവർ ഒത്തുചേരുന്നു. കാലടിയിലുള്ള ജീവാലയ എന്ന ഈ കേന്ദ്രത്തിൻ്റെ ചാപ്പലിന് പുറത്ത് ഇതാ പെരിയാർ പതിയെ ഒഴുകി നീങ്ങുന്നു. അനേകം സങ്കടങ്ങളുടെ കണ്ണീർ തുള്ളികളെ വഹിച്ച് അറബിക്കടലിൻ്റെ തിരമാലയിലേക്ക് ലയിപ്പിക്കുവാൻ ഇതാ ഈ ജീവിതവും നടന്നു നീങ്ങുന്നു. പുത്തൻ ആകാശങ്ങളുടെ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് അനേകരെ ചേർക്കുവാൻ, പ്രതിസന്ധികളിൽ തളരാതെ ക്രൂശിതനെ ധ്യാനിച്ച് മുന്നേറുവാൻ ഇതാ ഇവർ പുതിയ സുവിശേഷമാകുന്നു. ആത്മധൈര്യത്തിൻ്റെ പുതിയ സുവിശേഷം. മുൻപിൽ അലതല്ലുന്ന ജീവിത തിരമാലകൾക്കുമപ്പുറം, സങ്കടങ്ങളുടെ വേലിയേറ്റങ്ങൾക്കുമപ്പുറം തിരുസഭയോട് ചേർന്ന് പുതിയ കാലഘട്ടത്തിനൊത്ത ശുശ്രൂഷകളുമായി ഇവർ ഇതാ മുന്നേറുന്നു.